ഈ ചെറിയ പട്ടണത്തിൽ ഒരു ഏലിയൻ ഡോക്ടറായി അഭിനയിക്കുകയായിരുന്നു. ഏലിയൻ എല്ലാ ദിവസവും പുറത്തിറങ്ങി ഒരു യഥാർത്ഥ ഡോക്ടറെ പോലെ ആളുകളെ ചികിത്സിച്ചു. ആർക്കുമൊന്നും തെറ്റായി തോന്നിയില്ല. ഏലിയൻ മരിച്ചുപോയ ഡോക്ടറെ പോലെ കൃത്യമായി കാണാൻ ഷേപ്പ് ഷിഫ്റ്റിംഗ് ഉപയോഗിച്ചതുകൊണ്ടായിരുന്നു അത്. സാധാരണ മനുഷ്യന്റെ കണ്ണുകൾക്ക് വ്യത്യാസം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഡോക്ടർ തെരുവിൽ നടന്നു വരുമ്പോൾ അവനൊരു കൊച്ചുകുട്ടിയെ കണ്ടുമുട്ടി. ആ കുട്ടിക്ക് അവനെ ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായി. ഡോക്ടർ ഞെട്ടിപ്പോയി. അത്തരം കഴിവുകളുള്ള മനുഷ്യർ 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ ഉണ്ടാകൂ. അങ്ങനെയുള്ള ഒരാളെ കണ്ടുമുട്ടിയെന്ന് ഏലിയൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ രഹസ്യം സുരക്ഷിതമാക്കാൻ ഡോക്ടർ ഒരു വലിയ നീക്കം നടത്തി. അന്ന് രാത്രി അവൻ പതുക്കെ കുട്ടിയുടെ മുറിയിലേക്ക് നുഴഞ്ഞുകയറി. ഏലിയൻ ശാന്തമായി സംസാരിക്കാൻ മാത്രമായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ കുട്ടി അവനെ ശക്തിയായി കടിച്ചു. ഉച്ചത്തിലുള്ള നിലവിളി അവന്റെ മാതാപിതാക്കളെ മുറിയിലെത്തിച്ചു. പരിഭ്രാന്തനായ ഡോക്ടർ കട്ടിലിനടിയിൽ ഒളിച്ചു. കുട്ടി ഒരു ഏലിയനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവന്റെ മാതാപിതാക്കൾ അത് പരിശോധിക്കാൻ പോലും മെനക്കെട്ടില്ല. ഭാഗ്യവശാൽ കുട്ടിക്ക് അവന്റെ യഥാർത്ഥ വ്യക്തിത്വം അപ്പോഴും മനസ്സിലായിരുന്നില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ ഡോക്ടർ ജോലിക്ക് പോയപ്പോൾ അവിടെ കുട്ടിയുണ്ടായിരുന്നു. തലേദിവസം തന്നെ കൊല്ലാൻ ശ്രമിച്ച ഏലിയൻ ഡോക്ടറെന്ന് കുട്ടി മാതാപിതാക്കളോട് പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കവനെ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. കാരണം ഡോക്ടറെ അവർക്ക് തികച്ചും സാധാരണയായി തോന്നി. കുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ പോയി. എന്നാൽ ഷെരീഫും അവൻ കെട്ടിച്ചമച്ചു പറയുകയാണെന്ന് കരുതി അവന്റെ അച്ഛൻ അവനെ നന്നായി പഠിപ്പിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഒരു വനിതാ ഓഫീസർ മാത്രമാണ് അവനോട് ദയ കാണിക്കുകയും അന്യഗ്രഹജീവിയുടെ ചിത്രം വരയ്ക്കാൻ സഹായിക്കുകയും ചെയ്തത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം കുട്ടി ആ ചിത്രം പട്ടണം മുഴുവൻ ഒട്ടിച്ചു. ഡോക്ടർക്ക് അത് കണ്ടപ്പോൾ അത്രയധികം ദേഷ്യം വന്നു. അവനെ അപ്പോൾ തന്നെ ഒഴിവാക്കാൻ അവൻ ആഗ്രഹിച്ചു. ഏലിയൻ ഒരു വൃത്തികെട്ട തന്ത്രം ഉപയോഗിച്ച് കുട്ടിയുടെ സൈക്കിളിന്റെ ബ്രേക്കുകൾ രഹസ്യമായി മുറിച്ചു. അവൻ പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ വീടിന് പോകുന്ന വഴിയിൽ ഒരു വലിയ ഇറക്കം കണ്ടിരുന്നു. ബ്രേക്കുകളില്ലാതെ കുട്ടി വീണ് പരിക്കേൽക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. ആ പദ്ധതി വിജയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഒരു നഴ്സ് കുട്ടിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞു. ഡോക്ടർ പുഞ്ചിരി അടക്കിക്കൊണ്ട് കുട്ടിയുടെ അച്ഛനോട് ധൈര്യമായിരിക്കാൻ പറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം ഡോക്ടർ ഞെട്ടിപ്പോയി. കുട്ടിക്ക് ചെറിയ പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടിയെ കൊല്ലാൻ അത്ര എളുപ്പമല്ലായിരുന്നു. കുട്ടിയുടെ അച്ഛൻ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഡോക്ടർ പല്ലിറുമ്മി പേടിപ്പിക്കുന്ന മുഖമുണ്ടാക്കി കുട്ടിയെ പേടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ കുട്ടിക്ക് ഒട്ടും പേടി തോന്നിയില്ല. അവൻ തിരിച്ചും മറുപടി പറഞ്ഞു. കുട്ടിയുടെ ധൈര്യം കണ്ടപ്പോൾ ഡോക്ടർ അവന്റെ മുറിവിൽ ശക്തിയായി അമർത്തി. എന്നിട്ടും കുട്ടി ശക്തനായി നിന്നു. തോൽക്കാൻ വിസമ്മതിച്ചു. ഡോക്ടർ വീണ്ടും തോറ്റു. എന്നെപ്പോലെ ബുദ്ധിമാനായ ഒരു അന്യഗ്രഹ ജീവിയെ ഒരു മനുഷ്യക്കുട്ടി തോൽപ്പിച്ചുവെന്ന് അവന് വിശ്വസിക്കാനായില്ല. അവൻ ബാഗുകൾ പാക്ക് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ തയ്യാറായി.